this is me Tintu and you are watching your Tintuzlife. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും Tintuzlifeലെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കർക്കിടക മാസം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും കർക്കിടക കഞ്ഞി, ഔഷധ കഞ്ഞി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പത്തില തോരൻ, അതായത് പത്തില വെച്ചിട്ട് തോരനോ അതേപോലെ തന്നെ പല ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് ഒത്തിരി നല്ലതാണ്. നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ നല്ലതാണ് ഇത്തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അധികം ദീർഘിപ്പിക്കാതെ നമ്മുടെ പത്തില വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് സിസ്റ്റർ മരിയ CMC ആണ്. അപ്പൊ സിസ്റ്റർ നമുക്ക് അത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ തൊടിയിൽ ഇത്തരത്തിലുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ ജിദ്ദയിലാണ്. സോ എനിക്കിതൊന്നും അവൈലബിൾ അല്ല. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് മാത്രമേ നമുക്കിവിടെ വാങ്ങാൻ കിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ചീരാടെ ഇല അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ തൊടിയിൽ ഇത്തരത്തിലുള്ള ഇലകളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തൊടികളിലേക്കൊന്ന് ഇറങ്ങുക. അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം ഇല്ലാത്ത ഭക്ഷണം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ ഒന്ന് ഉണ്ടായി കാണുക, അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി തിന്നാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷം തരുന്ന കാര്യമാണല്ലേ. സന്തോഷത്തോടൊപ്പം തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണിത്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഇലകൾ വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം.
തട്ടിപ്പൊത്തി വെക്കാം. റെഡിയായി. കാണാൻ നല്ല ഭംഗിയല്ലേ? വളരെ എളുപ്പം, പണി കഴിഞ്ഞു. നാളെ എല്ലാവരും ഇത് ഉണ്ടാക്കി ചെയ്തു നോക്കുമല്ലോ അല്ലേ? വീട്ടുവളപ്പിൽ എല്ലാ ഇലക്കറികളും വെച്ച് പിടിപ്പിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നമ്മളുണ്ടാക്കിയ ഇലക്കറി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും 10 ഇല വെച്ചിട്ടുള്ള ആ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ തൊടികളിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഇലകളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഓരോ ഇലയ്ക്കും ഓരോ ഔഷധ ഗുണമാണുള്ളത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് മീ ടിൻറ്റു സൈനിങ് ഓഫ് ഫ്രം ടിൻറ്റൂസ് ലൈഫ്.